السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اتقوا الله عباد الله. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ MSM സഹപ്രവർത്തകർ, വിദ്യാർത്ഥിനികൾ, മറ്റു രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് MSM മങ്കട മണ്ഡലം ഒരുപാട് ദിവസങ്ങളിലായി ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിച്ച് അതിൻ്റെ സമാപനത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു ലക്ഷ്യവും മുന്നിൽ കാണാതെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മാത്രം കാക്ഷിച്ച് രാവും പകലും ഭേദമില്ലാതെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേവലം ഭംഗി വാക്കല്ല, അത് അങ്ങനെ തന്നെയാണ്. MSMൻ്റെ പ്രവർത്തകർ ഇതിനു വേണ്ടി ഓടി നടക്കുകയായിരുന്നു. നിങ്ങളുടെ ആരുടെയും ഒരു ഭംഗി വാക്കോ ഒരു നന്ദിയോ അല്ല അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യത്തെക്കുറിച്ചും നമുക്ക് ചെയ്യുവാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൃത്യമായ മറുപടിയായി ഈ സമ്മേളനം മാറുമെന്നുള്ളത് തീർച്ചയാണ്. അവരുടെ ആ നിഷ്കളങ്കമായ നിയ്യത്തുണ്ട് ഇരുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഈ സമ്മേളന ഹാളിൽ നിന്നും നമ്മൾ പുറത്തു പോകുന്നത് ഇനി നമ്മൾ നമ്മുടെ കലാലയങ്ങളിലേക്കും ക്യാമ്പസുകളിലേക്കും നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും പോകുമ്പോൾ അവിടെയുള്ള അന്തരീക്ഷം ഇന്ന് ഒരു ദിവസം ഇതിനുള്ളിൽ എങ്ങനെയായിരുന്നോ ഞാനും നിങ്ങളും ചെലവഴിച്ചത്, ഇതല്ല, മറിച്ച് ഒരു അന്തരീക്ഷത്തിലേക്കാണ് നാളെ മുതൽ നമ്മൾ കാലെടുത്ത് വെക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്യാമ്പസ് ജീവിതം, നമ്മുടെ കൂട്ടുകാർക്കിടയുള്ള ജീവിതം, ഈ വിദ്യാർത്ഥി സമ്മേളനം, മങ്കട മണ്ഡലം വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഒരു ദിവസം മങ്കട IMS ഓഡിറ്റോറിയത്തിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ച ഈമാനികമായ ഒരു ഊർജമുണ്ട്, ഈമാനികമായ ഒരു കരുത്തുണ്ട്. ആ കരുത്ത് നാളെ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ പ്രകടമാകണം, നാളെ നിങ്ങളുടെ കലാലയങ്ങളുടെ വരാന്തകളിൽ അത് പ്രകടമാകണം, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ മേശയ്ക്ക് ചുറ്റും അത് പ്രകടമാകണം. അപ്പോഴാണ് ഈ MSM മങ്കട മണ്ഡലം ഇവിടെ സംഘടിപ്പിച്ച ഈ സമ്മേളനം അത് അർത്ഥപൂർണമാകുന്നത്. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഹുജിബത്തുന്നാറു ബിശ്ശഹവാത്ത്, നരകം അത് അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ശഹവാത്തുകളെ കൊണ്ടാണ്. നമ്മുടെ ദേഹത്തിന് ഉള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് നരകത്തിലേക്ക് എത്തിപ്പെടാൻ വലിയ പണിയൊന്നുമില്ല. എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, വെറുക്കപ്പെട്ട നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗം അനാവരണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച്, മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച്, എൻ്റെ ചോയ്സാണ്, എൻ്റെ ആ ഒരു രൂപത്തിലുള്ള ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നരകം നേടിയെടുക്കാൻ ഒരു പണിയുമില്ല. എന്നാൽ മറിച്ച് ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് വന്നിരിക്കുവാനും നന്മകൾ നുകരുവാനും ഈമാനികമായ ഊർജം പകരുവാനും നമുക്ക് അതിനുള്ള മനസ്സ് തന്നെ വേണം. MSMൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ മറ്റൊന്നും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളും കൂടി കേൾക്കാൻ വേണ്ടി സൂചിപ്പിക്കട്ടെ, അവർ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നും ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നും പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക്, മങ്കടയിലെ പരിസരത്തിലുള്ള ഓരോ വീടുകളിലേക്കും അവർ കയറി ഇറങ്ങിയപ്പോൾ പല രൂപത്തിലുള്ള അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്, പല പരിഹാസങ്ങളും അവർ കേട്ടിട്ടുണ്ട്, പല രൂപത്തിലുള്ള അവഹേളനങ്ങൾക്കും അവർ സാക്ഷികളായിട്ടുണ്ട്. അവരുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് വേദനിച്ചിട്ടുണ്ട് എങ്കിലും പിറ്റേ ദിവസം അവർ അടുത്ത വീട്ടിലേക്ക് പോകാതിരുന്നിട്ടില്ല. അവരുടെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ആ ഒരു നിയ്യത്തോടു കൂടിയുള്ള കൃത്യമായ ലക്ഷ്യമായതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കളെ നന്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം സാഹചര്യങ്ങളും ഇന്നിന്റെ സാഹചര്യങ്ങളും ഇന്നിന്റെ അവസ്ഥകളും മക്കൾ പോകുന്ന കലാലയങ്ങളുടെ പരിസരങ്ങളുമെല്ലാം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ അതിനെതിരെ മുഖം തിരിഞ്ഞ് നടക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലങ്ങളിൽ
അവിടങ്ങളിൽ മക്കളെ കുറിച്ച് വാവിട്ട് കലയുന്ന ഖേദിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ ഇന്ന് ഈ ഒരു രൂപത്തിലുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും മറ്റും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മതനിരാസത്തിന്റെയും മതത്തിനെതിരെയുള്ള പറച്ചിലിന്റെയും മതമൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് കേവലം 2ാം നമ്പറായി ഒക്കെ ചിത്രീകരിക്കുന്ന അത്തരം പോസ്റ്റുകളിലൂടെയും അത്തരം റീൽസുകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ കൃത്യമായും നമ്മൾ മതം സ്വീകരിക്കുന്നത് എനിക്ക് അഭിമാനമാണെന്നുള്ള കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിൽ വേണം. അവിടെ പിശാചിന്റെ കൃത്യമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടങ്ങളിൽ ആ ഇടപെടൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ടല്ലോ. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആദം സന്തതികളെ, നിങ്ങളെ പിശാച് ഒരിക്കലും പിഴപ്പിക്കാതിരിക്കട്ടെ. പിശാച് നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങളുടെ പൂർവ്വ പിതാവിനെയും മാതാവിനെയും എങ്ങനെയാണോ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് അപ്രകാരം നിങ്ങളെ പിഴപ്പിക്കാൻ നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് ചുറ്റുപാടുമായി, അതല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെയായി ആ പിശാചിന്റെ പല മുഖങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടങ്ങളിലൊക്കെ കൃത്യമായി MSMന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയതാണ് ഈ പിശാചിന്റെ ചതിക്കുഴികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർള്. അല്ലാഹുവിന്റെ മുമ്പിൽ പിശാച് എടുത്ത ശബ്ദമാണ്. കൂട്ടരെ, നമുക്ക് മുമ്പിൽ അധാർമികതകളെ, മ്ലേച്ഛതകളെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. ഞാൻ അവരെ അത് ചെയ്യുമെന്ന് പിശാച് റബ്ബിന് മുമ്പിൽ ശപഥം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്നിന്റെ കാലഘട്ടം അധാർമികതകളെ, മ്ലേച്ഛതകളെ, വൃത്തികേടുകളെ അത് പുരോഗമനമായും അത് ട്രെൻഡായും അത് ജീവിതത്തിൽ എന്തൊക്കെയോ നേടിത്തരുന്ന ഹീറോയിസമായും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഇത് തന്നെയാണ് പിശാചിന്റെ ശബ്ദം. ആ ശബ്ദത്തിൽ വീണു പോകാതിരിക്കാനാണ് MSM നിങ്ങളെ വിളിക്കുന്നത്, MSM നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, ആ രൂപത്തിൽ മനസ്സിലാക്കി, ആ രൂപത്തിൽ ചിന്തിച്ച് അതിന് ഭൗതികപരമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു അല്പസമയത്തെ ക്ലാസ് അതെന്റെ മകൻക്ക് അല്ലെങ്കിൽ മോൾക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. അത്യധികമായ ലക്ഷ്യമായ പരലോകത്തിന്റെ വിജയമാണ് എന്റെ മക്കൾക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ വളരുമ്പോൾ അവിടെ ധാർമ്മികപരമായ മക്കൾ വളർന്നു വരും. അവിടെ ധാർമ്മിക അന്തരീക്ഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാവും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ആ രൂപത്തിൽ ധാർമ്മികമായ രൂപത്തിലുള്ള ഒരു ശിക്ഷണം നൽകി മക്കളെ വളർത്തുവാനും ആ ധാർമ്മികതയിൽ രക്ഷിതാക്കളെ അനുസരിച്ച് വളരുന്ന മക്കളായി മാറുവാനുമാണ് MSM ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള ലക്ഷ്യങ്ങൾ പൂവണിയാൻ ഇനിയും MSM പല ദൗത്യങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നുണ്ട്. CRകൾ എല്ലാ ശാഖകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. MSM മങ്കട മണ്ഡലത്തിന്റെ ഓരോ കേന്ദ്രങ്ങളിലും വ്യത്യസ്ത വിഭാഗത്തിലുള്ള കുട്ടികൾ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിയിലും PGയിലും ഒക്കെ പഠിക്കുന്ന മക്കൾ ഒരല്പസമയം ആഴ്ചയിൽ മതപഠനം നടത്തുന്ന CRE സംരംഭങ്ങൾ മങ്കടയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഓരോ വിജ്ഞാനം നുകരുന്ന ഈമാനികമായ കരുത്ത് നേടുന്ന അത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അത് മുതലാക്കുവാനുമുള്ള ഒരു ചിന്തയും അങ്ങനെയുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടായിരിക്കണം നമ്മൾ ഈ സമ്മേളന ഹാളിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.